നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പോൾ ട്രെയിൻ ടു ബുസാൻ, പെനിൻസുല ഇതിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള യോ സാങ് ഹോ മൂപ്പരുടെ പുതിയ സിനിമയാണ് ദ കോളനി. പടം ഒരു എന്താ പറയുക, ട്രെയിൻ ടു ബുസാൻ പോലെ തന്നെ ഒരു സോംബി ഔട്ട് ബ്രേക്ക് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് സർഫേസിലെ സോംബി ഔട്ട് ബ്രേക്ക് ആണ് മെയിനായിട്ട് സിനിമ കാണിക്കുന്നത്. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പോലീസുകാർക്ക് ഒരു അനോണിമസ് കോൾ വരാണ്. വില്ലന്റെ ഭാഗത്തു നിന്നാണ്. ആള് പറയാണ് ഒരു ബയോ ടെററിസ്റ്റ് അറ്റാക്ക് ഒരു പ്രൊഫസേഴ്സിന്റെ കോൺഫറൻസിൽ മിക്കവാറും നടക്കും. അപ്പോൾ നിങ്ങൾക്ക് തടുത്ത് നിർത്താമെങ്കിൽ തടുത്ത് നിർത്തിക്കോളൂ. അങ്ങനെ ഒരു ലെവലിൽ ഒരു ത്രെറ്റനിങ് കോളാണ് വരുന്നത്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഒരു കോൺഫറൻസ് ആണ്. കോൺഫറൻസിൽ ഈ ബയോ വെപ്പനെ കുറിച്ചും ബയോ ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ ഉള്ള പഠനത്തിന്റെ ഒരു കോൺഫറൻസ് ഒരു കമ്പനി നടത്തുകയാണ്. കുറെ പ്രൊഫസേഴ്സ്മാർ അതിനകത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ആളുടെ എക്സ് എംപ്ലോയി ആണ് ഈ വില്ലനായിട്ട് വരുന്ന ആൾ. ഇയാള് ഈ കോൺഫറൻസിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സിഇഒനെ ഈ ഒരു ബയോ വെപ്പൺ ഇഞ്ചെക്ട് ചെയ്യും. ആക്ച്വലി ഇതൊരു എന്താ പറയാ, നമ്മള് ബോഡി സോംബി ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബയോ വെപ്പണാണ്. അപ്പം ഇയാള് ചേഞ്ച് ആയിട്ട് ബാക്കിയുള്ളവരെ ബൈറ്റ് ചെയ്ത് ബാക്കിയുള്ളവരും ഇതാവും. അതാണല്ലോ ഈ സോംബീസിന്റെ ഒരു ഔട്ട് ബ്രേക്കിന്റെ ഇത്. ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഈ സോംബീസ് വർക്ക് ചെയ്യുന്നത് ഒരു കളക്റ്റീവ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ്. അതായത് ആരാണോ മെയിൻ ഹോസ്റ്റ്, അയാള് ഈ എന്താ പറയാ നമ്മുടെ ഈ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സോംബീസും അഡാപ്റ്റ് ചെയ്യും. അതായത് ഉദാഹരണത്തിന് ആദ്യം നമുക്കൊരു 4 ലെഗ്ഡ് ആയിട്ടാണ് സോംബിനെ കാണിക്കുക. അതായത് നമ്മൾ ഈ കുരങ്ങന്മാര് പോണ പോലെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ആ 2 കാലിലാവും. പിന്നെ ഓടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ മണം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പതിയെ പതിയെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ആദ്യം വെളിച്ചമായിരിക്കും ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താ പറയാ ബൈറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പിന്നീട് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ മണം ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ 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 കുറച്ചും കൂടി ഒരു എന്താ പറയാ ഹ്യൂമൻ നേച്ചറിലോട്ട് ഈ സോംബീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബൈറ്റിംഗ് ഒക്കെ സെയിം തന്നെ, ഇൻഫെക്റ്റഡ് ആവുന്നതൊക്കെ സെയിം തന്നെ. ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നു. പിന്നെ കുറച്ചും കൂടി അഗ്രസീവ് ആണ്. ഈ നോർമൽ സോംബീസിനേക്കാളും കുറച്ചും കൂടി അഗ്രസീവ് ആണ്. ഈ അഡാപ്റ്റിംഗ് മെന്റാലിറ്റിയും ഈ പവേഴ്സും ഉള്ള അതിനോട് കുറച്ചും കൂടി ആളെ പിടിക്കാൻ ഭയങ്കര ഭീകരമാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർക്കാർ ഈ ഓൾ ഗവൺമെന്റ് ഈ ഒരു മോളിലാണ് ഈ ഒരു ഇത് നടക്കുന്നത്, സെമിനാർ. അപ്പൊ ഈ മോള് ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യും. ഈ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഈ സോംബീസ് ഔട്ട് ബ്രേക്ക് ഒരു സൈഡില്, ഈ മോളില് സ്റ്റക്കായി പോകുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേര്. ഈ ഈ സോംബീസ് ഔട്ട് ബ്രേക്ക് കുറച്ച് പേര് രക്ഷപ്പെടും, പക്ഷെ കുറച്ച് പേര് അതിനകത്ത് സ്റ്റക്കായി പോകും. ഈ സർവൈവേഴ്സ് എങ്ങനെ രക്ഷപ്പെടും? സർവൈവേഴ്സിന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ സോംബീസ് ഔട്ട് ബ്രേക്കിനെ കവർ ചെയ്തിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും? ഇതാണ് മെയിനായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. പടം ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ടോപ്പ് നോച്ച് അല്ല, എന്നാൽ ഒരു ജസ്റ്റ് കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. അത്യാവശ്യം സസ്പെൻസും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം ഒരു ആക്ഷൻ ഹൊറർ എലമെന്റ് ഒന്നുമില്ല മെയിനായിട്ട്. ഇത് ഇവര് മെയിനായിട്ട് ഒരു എന്താ പറയാ കൊറിയൻ ആക്ഷൻ ഹൊറർ, ആക്ച്വലി ഇതൊരു കൊറിയൻ മൂവിയാണ്. കൊറിയൻ ആക്ഷൻ ഹൊറർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഹൊററിനേക്കാളും കൂടുതൽ അത്യാവശ്യം ആക്ഷൻസും ചെറിയൊരു ത്രില്ലിങ്ങും അത്രേ ഉള്ളൂ പടത്തില്. ഒരു എന്താ പറയാ ഈ ഈ ഡയറക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ ട്രെയിൻ ടു ബുസാന്റെ ഒക്കെ ഒരു ലെവൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല. ഒരു ഒരു ജസ്റ്റ് വാച്ച് സോംബി മൂവി. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സോംബി മൂവി ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഒരു കളക്റ്റീവ് ഇന്റലിജൻസ് വെച്ചിട്ട് സോംബീസ് എങ്ങനെ എന്താ പറയാ എക്സ്പാൻഡ് ചെയ്ത് വർക്ക് ചെയ്യും, അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് കുറച്ച് സർവൈവേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ അഭിനയം പിന്നെ ഈ സോംബീസിന്റെ ഇത് മൊത്തം ഒരു ക്ലോസ്ഡ് സർവീസിന്റെ അകത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന മൂവിയാണ്. അധികം പുറത്തേക്കുള്ള ഒരു വൈഡ് റേഞ്ച് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. സെയിം സെറ്റാണ്. അതായത് എന്താ പറയാ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ്. അതിന്റെ അകത്ത് കഴിഞ്ഞിട്ടുള്ള ഹൊറേഴ്സ് കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ. ഭീകരമായിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല പടത്തിൽ. നമുക്ക് ഒരു ജസ്റ്റ് വാച്ച് അത്രേ ഉള്ളൂ. ഇതിനകത്ത് മെയിൻ ആക്ടേഴ്സ് ആയിട്ട് വന്നേക്കുന്നത് ജുൻജി ഹ്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഒരു ഗംഭീര ആക്ട്രസ് ആണ്. പിന്നെ വില്ലനായിട്ട് വന്ന ക്യൂ ക്യോ ഹ്വാൻ, അങ്ങനെ ഒരു പുള്ളിയാണ്. മൂപ്പരും അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് ഈ സോംബീസ് ആയിട്ട് അഭിനയിച്ചേക്കുന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരൊരു രക്ഷയില്ലാത്ത ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും അവരുടെ ഒരു എഫേർട്ട് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ.
പിന്നെ ഇതിന്റെ ഒരു പകുതി എത്തുമ്പോൾ ഈ സോംബി ഈ വില്ലൻ ആക്ച്വലി വില്ലനും ഈ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് വില്ലന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. കാരണം വില്ലനാണ് ഹോസ്റ്റ്. ഓൾറെഡി ഇവർക്ക് ഇന്റലിജൻസ് ഉണ്ട്, ഇവർക്ക് അറിയാം. പ്ലസ് വില്ലൻ ഇവരെ നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഡബിൾ പവർ ആണല്ലോ. അതാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ പടത്തിന്റെ ഒരു പകുതി പോർഷനൊക്കെ എത്തുന്ന സമയത്ത് ഈ ഈ പുറത്ത് ഈ ബാക്കി സർക്കാർ ഈ ഇയാളുടെ ഈ ലാബൊക്കെ കണ്ടുപിടിക്കും പോലീസുകാർ. എന്നിട്ട് ഈ ലാബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലാബില് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കുരങ്ങുകളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലാണ് ഇങ്ങേര് ടെസ്റ്റ് ചെയ്ത്, ഇത് ഇങ്ങേരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ലാബ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡ്. അപ്പൊ ഇവിടെ ടെസ്റ്റ് ചെയ്തതിനായിട്ട് കൂട്ടിലാക്കിയിട്ട് കുറെ കുരങ്ങന്മാരെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു എന്താ പറയാ ഒരു ഡയഗ്രാം പോലെ, അതിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഒന്നിൽ നിന്നാണ് ഹോസ്റ്റ് കൂടി 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 വരുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു കുരങ്ങനാണ് മെയിൻ, അതിൽ നിന്ന് ബാക്കി സ്പ്ലിറ്റ് ആയിട്ട് കുരങ്ങന്മാരാണ് അങ്ങനെ. അപ്പൊ ഇവിടെ പോലീസുകാർ ചെല്ലുമ്പോൾ അവിടെ ഒരു അറ്റാക്ക് നടക്കും കുരങ്ങന്മാരുടെ. കാരണം ഇതിനകത്ത് ഈ മെയിൻ ഹോസ്റ്റ് ആയിട്ടുള്ള കുരങ്ങൻ ചാടിപ്പോവും. ആ കുരങ്ങനിൽ നിന്നും വരുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. അത് ബാക്കിയുള്ള കുരങ്ങന്മാരും കൂടി ഈ ഹോസ്റ്റിനെ അപേക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുക. അപ്പൊ അത് കാണിച്ചിട്ടുള്ള ഒരു ഗംഭീര സാധനം, അത് ഫുൾ VFX ആണ്. പക്ഷെ ഭയങ്കര രസം കാണാനത്. അത് നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഹോൾ മൂവീസിൽ നമുക്ക് ഈ ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. പടം കാണുമ്പോൾ തന്നെ ട്രെയിലറെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഭയങ്കര ആ സെറ്റപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു വാച്ചാണ്. നിങ്ങൾക്ക് എന്താ പറയാ ഒരു സോംബി മൂവി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു ഗുഡ് വാച്ചാണ് പടം. അപ്പൊ ഇതായിരുന്നു കോളനി എന്ന് പറഞ്ഞ പടത്തിന്റെ എന്റെ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.